ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിജയം നൽകുന്ന നാമം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 17:45 വാക്യം. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. നിങ്ങൾ വിജയത്തിൽ ജീവിക്കേണ്ടതിന് കർത്താവിന്റെ നാമം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നീ ഒരു ക്രിസ്ത്യാനി എന്ന പേര് വഹിക്കുന്നത്, ഒരു വിജയനാമം. നസ്രീനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കൊരു പരാജയവുമില്ല. തുടക്കം പരാജയം പോലെ തോന്നിയാലും അവസാനം തീർച്ചയായും പൂർണ്ണ വിജയമായിരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി എന്ന്. ഇത് 1 കൊരിന്ത്യർ 15:57 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. യേശുവിന്റെ നാമം പോലെ വിജയം നൽകുന്ന മറ്റൊരു നാമവുമില്ല. വിജയത്തിൽ ആർക്കും അവനോടൊപ്പം താരതമ്യം ചെയ്യാൻ കഴിയുകയില്ല. ബൈബിൾ പറയുന്നു, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയണം. ഇത് ഫിലിപ്പിയർ 2:10-11 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ഈ ലോകത്തിലെ ഏതൊരു സൈന്യാധിപനേക്കാളും ഏതൊരു ഭരണാധികാരിയെക്കാളും ഏതൊരു അധികാരിയെക്കാളും വലുതാണ് അവന്റെ നാമം. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇത് യെശയ്യാവ് 9:6 വാക്യത്തിൽ കാണപ്പെടുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്ന് ഉൽപ്പത്തി പുസ്തകം 17:1 വാക്യത്തിൽ കാണപ്പെടുന്നു. അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരുമെന്ന്. ഇത് യോഹന്നാൻ 14:14 വാക്യത്തിൽ കാണപ്പെടുന്നു. അതിനാൽ വിജയത്തിനായി കർത്താവിനോട് അപേക്ഷിക്കുക, വിജയത്തിന്മേൽ കണ്ടെത്തും. യേശു പറഞ്ഞു, ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇത് യോഹന്നാൻ 16:24 വാക്യത്തിൽ കാണപ്പെടുന്നു. ഒരു വ്യക്തിയുടെ പേര് അവന്റെ വ്യക്തിത്വം വഹിക്കുന്നു. യേശുവിന്റെ നാമം സംസാരിക്കുമ്പോൾ അവൻ ആരാണെന്ന് നാം ഓർമ്മിപ്പിക്കുന്നു. അത്ഭുതവാൻ, ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഈ വിജയകരമായ നാമം നിങ്ങളുടെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അവൻ സാത്താനെ ജയിച്ചതിനാൽ അവൻ നിങ്ങളെ അവന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുന്നു. കർത്താവിന്റെ നാമം എന്ന ഈ ശക്തമായ ആയുധം എടുക്കുക. അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഇത് മർക്കോസ് 16:17 വാക്യത്തിൽ കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ക്രിസ്തുവിന്റെ നാമം വഹിക്കുന്നതിനാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിനും നിങ്ങളെ എതിർക്കാൻ കഴിയുകയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം കൊലോസ്യർ 3:17 വാക്യം. നിങ്ങൾ വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ 1 രാജാക്കന്മാർ 19-20 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 23 അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.